ഗായ്സ് അപ്പോൾ നമുക്ക് ഡേ ഇൻ മൈ ലൈഫ് നോക്കിയാലോ. രാവിലെ തന്നെ ഒരു 8:45 എണിച്ചു ഫ്രണ്ട്സ്. അപ്പോൾ 9 മണിയാണ്, 9:05 സമയം. ഇപ്പോൾ ഞാൻ കാപ്പി കുടിക്കുകയാണ്, ബ്രഷൊക്കെ ചെയ്തു, മുഖമൊക്കെ കഴുകിയതിന് ശേഷം കാപ്പി കുടിക്കുകയാണ്. കട്ടൻ കാപ്പി കേട്ടോ. രാവിലെ തന്നെ കട്ടൻ കാപ്പി കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് നല്ലൊരു ഫ്രഷ് എനർജിയാണ്. അതുപോലെ തന്നെ ഇവിടെ ഇടിയപ്പത്തിന് മറ്റേ ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടി തോലുകളുടെ പരിപാടി തന്നെയാണ് കേട്ടോ. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതും വെച്ചിട്ടുണ്ട് സൈഡിൽ. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്തു, സെറ്റാക്കിയിട്ട് അതുപോലെ ക്രഷ് ചെയ്ത് ഇങ്ങനെ റെഡിയാക്കിയിട്ടു. അതിന് ശേഷം ഇവിടെ ഇഞ്ചക്ഷൻ കുക്കറിൽ നമ്മൾ വെള്ളം ചൂടാക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ എന്താണ് സവാളയും തക്കാളി കാര്യങ്ങൾ അരിയാണ് കേട്ടോ. നമ്മുടെ മസാലക്കറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ക്യാരറ്റും ഉരുളക്കിഴങ്ങിട്ടുള്ള കറിയാണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ പറയാം, ഞാൻ കുളിച്ചിട്ട് വരാമെന്ന് പറയണം. അങ്ങനെ കുളിച്ചിട്ടൊക്കെ വന്നു ഗൈസ്. പിന്നെ എന്താണ് ഞാനിങ്ങനെ വെറുതെ ഇതായിട്ട് കാണിക്കാനും കേട്ടോ. പിന്നെ എന്തോ ഞാൻ പറയുന്നുണ്ട്. അതിനുശേഷം എന്താണ് ഒരു 9:45 ഭക്ഷണം കഴിക്കുന്ന സമയം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഇടിയപ്പവും ഞാൻ പറഞ്ഞ പോലെ തന്നെ കറിയാണ്, മസാലക്കറിയാണ്. അപ്പം അമ്മ ഇവിടെ ഇടിയപ്പം ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് പോയി നോക്കി, ഞാനും ചെറിയ സഹായം ചെയ്തു. അപ്പോൾ എന്തായാലും എന്താണ് കറീൻ്റെ ഉള്ളിൽ ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ജസ്റ്റ് ആവി ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഫസ്റ്റ് അച്ഛൻ കഴിച്ചു, അതിന് ശേഷം ഞാനും അമ്മയും കഴിച്ചു കേട്ടോ. അങ്ങനെ ഒരുമിച്ചായിട്ട് കഴിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ നല്ല ആവി പറക്കുന്ന കറിയും. നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ തന്നെ എടുത്തോളൂ കേട്ടോ ഫ്രണ്ട്സ്. ഞാൻ എടുത്തു, നല്ല ചൂടുണ്ടായിരുന്നു. അതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ടാണ് കഴിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇടിയപ്പവും ഇടുന്നുണ്ട് കേട്ടോ. ഇടിയപ്പവും അതുപോലെ തന്നെ കറി ഇടുന്നുണ്ട്. ചിലവർ നൂലപ്പം എന്നും പറയും, ഞങ്ങൾ ഇടിയപ്പം എന്നാണ് പറയും. നിങ്ങൾ എന്താ പറയുക കമൻസിൽ പറയാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇടിയപ്പത്തിനൊപ്പം ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻ എന്താ? ചിലവർക്ക് പഞ്ചസാര ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വേറെ കുറേ ടൈപ്പ് കോമ്പിനേഷൻസ് ഉണ്ട് കേട്ടോ. എനിക്ക് ഈ മസാലക്കറിയാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ എന്തായാലും അതൊക്കെ ഒരു 10 മണി ആ സമയത്താണ് കേട്ടോ കഴിക്കുന്നത്. പിന്നെ അതിന് ശേഷം പേപ്പർ വായിക്കാനുണ്ട് ഫ്രണ്ട്സ്. ഞാൻ പേപ്പർ വായിക്കാറുണ്ട്. അങ്ങനെ പേപ്പറൊക്കെ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ക്ലീൻ ആക്കുമെന്ന് ഞാൻ പറയാനുണ്ട് ഫ്രണ്ട്സ്. അങ്ങനെ എന്താണ് ക്ലീനൊക്കെ ആക്കി അതിന് ശേഷം കാപ്പി കുടിക്കുന്നുണ്ട്. പേപ്പറൊക്കെ വായിച്ചു, പിന്നെ കാപ്പി കുടിച്ചു. അതിന് ശേഷം എന്താണ് ഇവിടെ ക്ലീൻ ആക്കാണ്ട് കേട്ടോ ബെഡ്. അപ്പോൾ ഞാൻ പറയുകയാണ്, ഞാൻ ബെഡ് ക്ലീൻ ആക്കണം എന്നുള്ളത്. അത്യാവശ്യം ക്ലീൻ തന്നെയാണ്, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് നല്ലപോലെ ക്ലീൻ ആക്കിയെന്നുള്ളൂ. ഏകദേശം നല്ലപോലെ ക്ലീൻ തന്നെയാണ്. അത്രയും ഒന്നുമില്ല, വൃത്തികേടൊന്നുമില്ല, ക്ലീൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് വേഗം തന്നെ ക്ലീൻ ആക്കാണ്. ജസ്റ്റ് അധികം ഇതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഫ്രണ്ട്സ്. ഇവിടെ ആ ചേട്ടൻ കിടക്കുന്ന റൂമാണ് ഫ്രണ്ട്സ്. അധികം നല്ല ഭംഗിയിലാണ് ഞാൻ എപ്പോഴും വൃത്തിയാക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ക്ലീനൊക്കെ ആക്കി വേഗം കഴിഞ്ഞു കേട്ടോ. അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ പറയുകയാണ്, ഞാൻ ഫുള്ളായിട്ട് ക്ലീൻ ആക്കി എന്നിട്ട് കാണിച്ചു തന്നതാണ് കേട്ടോ ഫ്രണ്ട്സ്. എനിക്ക് ഈ ബെഡ്ഷീറ്റ് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇത് നമ്മൾ ഓൺലൈനിൽ മനസ്സിലല്ല കേട്ടോ ഫ്രണ്ട്സ്, പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമായി ബെഡ്ഷീറ്റ്. അപ്പോൾ എന്താണ് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ റീൽസൊക്കെ എടുത്തു, വീഡിയോസൊക്കെ എടുത്തു. ഇനി കാപ്പിയൊക്കെ കുടിക്കണം. അപ്പോൾ എന്തായാലും വീഡിയോ സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.